ഹലോ എവറി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CMA പാർട്ട് 1 സെക്ഷൻ എഫിലെ ടെക്നോളജി ഇനേബിൾഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ AI, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡോണ്ട് വേസ്റ്റ് ടൈം, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഹോക്ക് സോഫ്റ്റ്വെയറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനലിൽ ആ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. CMAOS സെക്ഷൻ എഫ് പാർട്ട് 1 സെക്ഷൻ എഫില് നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ്. അതിലെ തേർഡ് ചാപ്റ്റർ ആണ് ടെക്നോളജി ഇനേബിൾഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതിലെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. Okay, let's get into the questions. Question number first one. Which of the following are examples of process that can be partially or fully automated using RPA? Robotic process automation ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പാർഷ്യലി എങ്കിലും ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, കൺസോളിഡേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഓർഡർ പ്രോസസ്സിംഗ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് വേരിയൻസസ്. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ ഏതൊക്കെ പ്രോസസ്സുകളാണ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന്. നോർമലി നമ്മൾ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളാണ് ഓട്ടോമേറ്റ് ചെയ്യപ്പെടാറുള്ളത്. അതായത് ഒരേ രീതിയിൽ സിമിലർ ആയിട്ട് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റമൊന്നുമില്ലാത്ത ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് നോർമലി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു പെർസ്പെക്ടീവിൽ നിങ്ങൾ ഈ 4 ഓപ്ഷൻസ് ചിന്തിക്കുക, ഇതിൽ ഏതൊക്കെയായിരിക്കും ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആലോചിക്കാനായിട്ട് ചെറിയൊരു സമയം തരാം, ഒന്ന് ആലോചിച്ചോളൂ. അതിനുശേഷം നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോകാം. 1, 2 and 3, which means transaction processing, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്, ഓർഡർ പ്രോസസ് ചെയ്യുന്നത്. അതായത് ഇതൊക്കെ റെപ്പറ്റേറ്റീവ് ടാസ്കുകളാണ്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്ന കുറച്ച് ടാസ്കുകളാണിത്. ഓരോ ട്രാൻസാക്ഷൻസ് ജേർണൽ എൻട്രി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്, ഓർഡേഴ്സ് പ്രോസസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ വേരിയൻസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വേരിയൻസ് ഇൻവെസ്റ്റിഗേഷൻ? നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിരുന്ന ഒരു റിസൾട്ടും ബജറ്റ് ചെയ്യുന്ന റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം വേരിയൻസ് എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ടാണ് പ്രൈസ് വേരിയൻസ് ആയിരിക്കാം, ക്വാണ്ടിറ്റി വേരിയൻസ് ആയിരിക്കാം, ബജറ്റ് വേരിയൻസ് ആയിരിക്കാം, അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് പല ഫാക്ടേഴ്സ് കാരണം സംഭവിക്കുന്നതാണ്. അപ്പൊ അതൊരിക്കലും നമുക്കൊരു റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ദ വർക്ക് ഇസ് വെരി കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ 1, 2, 3 ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസേഴ്സ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് വേരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ് ആക്കാൻ സാധിക്കുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a true statement about robotic process automation? RPA സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. RPA cannot replicate human reasoning. RPA can perform financial reporting tasks such as consolidating financial statements. തൊട്ട് മുന്നേ നമ്മൾ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. Using RPA requires significant involvement from IT department. RPA can result in bad output just like the work done by a human. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് മക്കളെ? പറയൂ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഒരിക്കലും ഹ്യൂമൻസിന്റെ റീസണിങ് എബിലിറ്റി RPA ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഹ്യൂമൻസിന്റെ റീസണിങ് എബിലിറ്റി RPA ഉണ്ടാവും. റോബോട്ടിക് പ്രോസസ്സിംഗ് ഉണ്ടാവോ? ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ അല്ല പറയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അറ്റൻഡൻസ് എടുക്കുന്ന സിസ്റ്റം ആലോചിക്കുക. അറ്റൻഡൻസ് എടുക്കുന്നത് മാനുവൽ ആയിട്ട് ചെയ്യുന്ന റെപ്പറ്റേറ്റീവ് ടാസ്ക് ആണ്. അവിടെ നമ്മളൊരു പഞ്ചിങ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ അത് RPA ആണ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആണ്. നിങ്ങൾ ജസ്റ്റ് വിരൽ അമർത്തിയാൽ നിങ്ങളുടെ അറ്റൻഡൻസ് പതിയും. അപ്പൊ അവിടെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഒന്നും അല്ല ഉള്ളത്, അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോഡ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് അത് പെർഫോം ചെയ്തോളും. അപ്പൊ ആ സിസ്റ്റത്തിന് ഒരിക്കലും ഹ്യൂമൻ ബീങ്സിന്റെ റീസണിങ് സ്കിൽ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് എ റൈറ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കണ്ടു. ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു കൺസോളിഡേറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ തെറ്റായ ഓപ്ഷൻ എന്താണ്? സിയും ഡിയും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ഡിയിൽ പറഞ്ഞിരിക്കുന്നത്
RPക്ക് തെറ്റ് പറ്റാം, അതിന്റെ ഔട്ട്പുട്ട് തെറ്റാം. ഹ്യൂമൻസിന് പറ്റുന്നത് പോലെ തന്നെ RPയുടെ ഔട്ട്പുട്ടും തെറ്റാം. തീർച്ചയായിട്ടും തെറ്റിക്കൂടെ? കാരണം എന്താ? നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് തെറ്റാണെങ്കിൽ ഔട്ട്പുട്ടും തെറ്റും. നിങ്ങളുടെ ഇൻപുട്ട് തെറ്റാണെങ്കിൽ ഔട്ട്പുട്ടും തെറ്റും. അതിപ്പോ RPയെ സംബന്ധിച്ച് RPക്ക് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് ജെന്യുവിൻ ആണോ ശരിയാണോ എന്ന് വേർതിരിക്കാനുള്ള കഴിവില്ല. നിങ്ങൾ എന്ത് വാല്യൂസ് കൊടുക്കുന്നു അത് വെച്ചിട്ടായിരിക്കും അത് പ്രോസസ് ചെയ്യുന്നത്. നിങ്ങൾ 10,000ന്റെ സ്ഥാനത്ത് ഒരു 0 ഇട്ടാൻ മറന്നുപോയി, 1000 എന്നാണ് ഇട്ടത്. സ്വാഭാവികമായിട്ടും 1000 വെച്ചിട്ടായിരിക്കും റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അത് പ്രോസസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നിങ്ങൾക്ക് RP ഉപയോഗിക്കണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിലും IT ഡിപ്പാർട്ട്മെന്റിന്റെ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ആവശ്യമില്ല, ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ആവശ്യമുണ്ട് എന്നാണ്, അത് തെറ്റാണ്. സിഗ്നിഫിക്കന്റ് ഇൻവോൾവ്മെന്റ് എന്തില്ല? ആവശ്യമില്ല. ഈ RP എന്ന് പറയുന്നത് ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പോലെ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത് പോലെ വളരെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതിന് നിങ്ങൾക്ക് കോഡിംഗ് അറിയണമെന്നോ പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടാവണമെന്നോ IT ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് വേണമെന്നോ നിർബന്ധമില്ല. ഇനി ഓൺ ദ ഡൗൺ സൈഡ് നമുക്ക് പറയാൻ സാധിക്കും, IT ഡിപ്പാർട്ട്മെന്റിനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഫ്യൂച്ചറിൽ നമുക്കിത് നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് IT ഡിപ്പാർട്ട്മെന്റ് അത് പെട്ടെന്ന് പരിഹരിക്കാനും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഇത് ഉപയോഗിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഒന്നും നമുക്ക് ആരുടെ ആവശ്യമില്ല, ഒരു IT ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ല. നിങ്ങൾ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെലഗ്രാമിലുള്ള ഒരു ബോട്ടിനെ ആലോചിച്ചാൽ മതി. ടെലഗ്രാം ബോട്ട് എന്ത് ചെയ്യുന്നത്? സിനിമ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ പേരടിച്ചു കൊടുക്കുമ്പോൾ ആ സിനിമ ഏതെങ്കിലും ചാനലിൽ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കൊണ്ടുതരും. അപ്പൊ അവിടെ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണോ? ആ ബോട്ടിനെ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ അറിയണോ? അതിന്റെ ആവശ്യമില്ല. യു ആർ ജസ്റ്റ് യൂസിങ് എ ബോട്ട്. അപ്പൊ അവിടെ നമുക്ക് IT ടീമിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല. പക്ഷെ ഓർത്തിരിക്കുക, IT ടീമിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? തടയാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബിസിനസ് പ്രോസസ് അനാലിസിസ്, BPA നമ്മൾ യൂസ് ചെയ്യുന്നത് നിലവിലുള്ള നമ്മുടെ പ്രോസസ്സുകളെ മനസ്സിലാക്കാനും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനും ആ പ്രശ്നങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനൊക്കെയാണ് നമ്മൾ BPA എന്ന് പറയുന്ന ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടാസ്ക് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് BPA? ബിസിനസ് പ്രോസസ് അനാലിസിസിന്റെ ഭാഗമല്ലാത്ത ഒരു ടാസ്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിസിനസ് പ്രോസസ് അനാലിസിസിന്റെ സ്റ്റെപ്പിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു ടാസ്ക് അല്ലാത്ത ഐറ്റം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കോളൂ. Look for ways to streamline the process so it uses fewer resources, model potential changes to the process, implement improvements to the process, determine the beginning and ending points of the process to be analyzed. Okay, ഈ ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രത്യക്ഷത്തിൽ എല്ലാ ഓപ്ഷൻസും ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണുള്ളത്. എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, BPA എന്ന് പറയുന്നത് ഒരു അനാലിസിസ് മാത്രമാണ്. BPA എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് അനാലിസിസ് ആണ്. അവിടെ നമ്മൾ അനാലിസിസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, മറിച്ച് എന്ത് ചെയ്യുന്നില്ല? വി ആർ നോട്ട് കണ്ടക്ടിങ് ദ ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ പ്രോസസ്സിൽ കൊണ്ടുവരേണ്ട ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കമ്പനിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ബട്ട് കണ്ടെത്തുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് BPയുടെ ഭാഗമല്ല. അത് പിന്നീട് മാനേജ്മെന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഇരുന്ന് ആലോചിച്ച് അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ആ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ദേ വിൽ ഡു ദ ആക്ഷൻ, ടേക്ക് ദി ആക്ഷൻ. സോ ഇവിടെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ യെസ് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് BPA പറഞ്ഞു തരും. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല? ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഇംപ്ലിമെന്റേഷൻ ഇസ് എ ഡിഫറെന്റ് പ്രോസസ്. നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യത്തെ പ്രാവർത്തികമാക്കുന്നതിനെയാണ് ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ BPA എന്ത് ചെയ്യുന്നുള്ളൂ? കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രോസസ്സിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ദേ വിൽ ഗീവ് സർട്ടൻ ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇംപ്രൂവ് ചെയ്യാം എന്നൊരു ഐഡിയ അവർ പറഞ്ഞു തരും. നോക്കുക, വെറും 18% ആൾക്കാർ മാത്രമേ ഈ ചോദ്യം ശരിയാക്കിയിട്ടുള്ളൂ, കുട്ടികൾ. അതിനർത്ഥം 4 ഓപ്ഷൻസും ഒരേപോലെയാണ് ഇരിക്കുന്നത്. 4 ഓപ്ഷൻസും പെട്ടെന്ന് കണ്ടാൽ ഏതാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവില്ല. എങ്കിൽ പോലും അവിടെ കുട്ടികൾ കറക്കി കുത്തുകയാണെങ്കിൽ പോലും, ഒരു ഗസ് നടത്തുകയാണെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് സി ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇംപ്രൂവ്മെന്റ് എന്നുള്ള വാക്കൗട്ട് ഉള്ളത് കൊണ്ട്. പക്ഷെ ഇംപ്രൂവ്മെന്റ് അവിടെ ശരിയാണ്, പക്ഷെ ഇംപ്ലിമെന്റ് ആണ് തെറ്റുത്തരം. ഇംപ്ലിമെന്റ് എന്ന് പറയുന്ന ടേം അവിടെ അനുയോജ്യമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
An analyst prepared forecast using newly developed system features. Analyst recently left the company and her replacement was unable to understand how to use the system functionalities. ഒരു അനലിസ്റ്റ് ഒരു പുതിയ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിന്റെ ഫോർകാസ്റ്റ് പുതിയ സിസ്റ്റം ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്തു. Sales forecast, whatever the forecast, he has prepared by using the newly developed system. ഈ അനലിസ്റ്റ് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയി, അദ്ദേഹം വിരമിച്ചു പോവുകയോ മറ്റൊരു കമ്പനിയിലേക്ക് പോവുകയോ ചെയ്തു. അദ്ദേഹത്തിന് പകരം വന്ന വ്യക്തി ഈ ഒരു സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിന്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ ഇൻ അക്കോർഡൻസ് വിത്ത് SDLC, സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, which one of the following controls would have prevented this situation from occurring? ഏത് തരം കൺട്രോൾസ് നമ്മൾ വെച്ചിരുന്നെങ്കിലാണ് ഇങ്ങനെ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. ഒരു പുതിയ എംപ്ലോയി വന്നപ്പോൾ അയാൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല. അപ്പൊ നമ്മൾ സിസ്റ്റം ഡെവലപ്മെന്റ് നടത്തുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു കൺട്രോൾ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അത് ഏതാണ് ആ കൺട്രോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക നിങ്ങൾ. ലെറ്റ്സ് ഗോ ത്രൂ ദ ഓപ്ഷൻസ്. വായിച്ചു നോക്കിക്കോളൂ. Documentation standards and procedures are developed. End user computing efforts are outlined. Backup activities and requirements are put in place. Change made to the system are monitored and evaluated. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് കൺട്രോൾ ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാനായിട്ട്? തീർച്ചയായിട്ടും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളെയും ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന എംപ്ലോയീസിന് ആ ഡോക്യുമെന്റ് നോക്കി കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? പുതിയ ഫീച്ചറുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ സാധിക്കും. ഒരു മാനുവൽ ഉണ്ടാക്കാം. നമുക്ക് ഇപ്പൊ ഡ്രൈവിംഗ് നിയമം പഠിക്കണം. ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യും ഡ്രൈവിംഗിന്റെ സിഗ്നൽസുകൾ എന്തൊക്കെയാണ്, റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ നമ്മൾ ആദ്യം പഠിക്കുക. അത് നോർമലി നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ കയറുമ്പോൾ ഡ്രൈവിംഗ് നമ്മുടെ MVD ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു ബുക്ക് തരും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഒരു ബുക്ക് തരും. ആ ബുക്കിനകത്ത് എല്ലാ നിയമങ്ങളും ഉണ്ടായിരിക്കും. സിമിലർലി നമ്മുടെ സ്ഥാപനത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന പുതിയ സിസ്റ്റം, ആ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം. ദെൻ there will be no problem. പുതിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നോക്കി പഠിക്കാൻ സാധിക്കും. അഗൈൻ DPയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. Which of the following are the elements of a successful business process analysis? സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോസസ് അനാലിസിസിന്റെ എലമെന്റുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദോസ് ഹു ആർ മോസ്റ്റ് ഫെമിലിയർ വിത്ത് പ്രോസസ്. പ്രോസസ്സുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും പരിചയമുള്ള ആൾക്കാർ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഫോക്കസ് ഓൺ പ്രോസസ് ദാറ്റ് ആർ സെക്കൻഡറി ടു ദ ബിസിനസ്. ലെറ്റ്സ് സീ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പിന്നെ പറയാം. ബോട്ടിൽ നെക്സ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ആർ ഐഡന്റിഫൈഡ്. എന്താണ് ബോട്ടിൽ നെക്ക്? കൺസ്ട്രെയിന്റുകളാണ്, തടസ്സങ്ങളാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. പ്ലാൻസ് ടു മൈഗ്രേറ്റ് ദ റിവൈസ്ഡ് ബിസിനസ് പ്രോസസ് ആർ ഡെവലപ്ഡ്. പുതിയൊരു റിവൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് പ്രോസസ്സിലേക്ക് പോകാനുള്ള പ്ലാനുകളൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇതിൽ 1ഉം 3ഉം 4ഉം ശരിയായ ഉത്തരങ്ങളാണ്. ഏതാണ് തെറ്റ്? സെക്കൻഡറി എന്നുള്ള ഈ ടേമാണ് ഇവിടെ തെറ്റില്ല. ഇറ്റ് ഫോക്കസസ് ഓൺ പ്രോസസ് ദാറ്റ് ആർ സെക്കൻഡറി ടു ദ ബിസിനസ്. അല്ല, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ രണ്ടാം തരക്കാരായിട്ടല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ ഏത് പ്രോസസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രൈമറി പ്രോസസ്സുകൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. നമ്മുടെ ബിസിനസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ആ പ്രോസസ്സുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ അതിനെ ഒരുമാതിരി തരം താഴ്ത്തുന്നത് പോലെ. ഇപ്പൊ ബിസിനസ് പ്രോസസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് സെക്കൻഡറി ടു ദ ബിസിനസ് അല്ല, പ്രോസസ് ദാറ്റ് ആർ പ്രൈമറി ഓർ ക്രിട്ടിക്കൽ ടു ദ ബിസിനസ് എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള ഏതൊക്കെയാണെന്നാണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. ലെറ്റ്സ് സീ. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 1, 3, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a stage in SDLC? SDLCയുടെ സ്റ്റേജ് അല്ലാത്തത് ഏത്? ഫിസിക്കൽ ഡിസൈൻ, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്, സിസ്റ്റം അനാലിസിസ്, സിസ്റ്റം കൺട്രോൾസ്. ഏതൊക്കെയായിരുന്നു സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ്? നമുക്ക് പല രീതിയിൽ അതിനെ പറയാം. റിക്വയർമെന്റ് ഫേസ് എന്ന് ആദ്യം പറയാം. അതിൽ പ്ലാനിങ്, അതുപോലെ അനാലിസിസ് വരുന്നുണ്ട്. പിന്നീട് ഡിസൈൻ സ്റ്റേജ് വരുന്നുണ്ട്. ഡിസൈൻ സ്റ്റേജിനെ തന്നെ കോൺസെപ്ച്വൽ ഡിസൈൻ, ഫിസിക്കൽ ഡിസൈൻ, ലോജിക്കൽ ഡിസൈൻ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. ഡെവലപ്പിംഗ് സ്റ്റേജ് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ ഡിപ്ലോയ്മെന്റ് ആണ്. ടെസ്റ്റിംഗും ഡിപ്ലോയ്മെന്റിനെയും നമ്മൾ ചേർത്ത് ഇംപ്ലിമെന്റേഷൻ എന്ന് വിളിക്കും. ഫൈനലി മെയിൻ്റനൻസ്
ആണ്. ഫൈനലി മെയിൻ്റനൻസ് മോഡാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇല്ലാത്തത് ഏതാണ്? കൺട്രോൾ സിസ്റ്റം കൺട്രോൾസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തിന്റെ ഭാഗമല്ല? SDLCയുടെ ഭാഗമല്ല. ബാക്കിയെല്ലാം തന്നെ SDLC ലൈഫ് സൈക്കിളിന്റെ ഭാഗമാണ്. 80% സ്റ്റുഡൻസ് ശരിയാക്കിയ ചോദ്യമാണ്. ബാക്കിയെല്ലാം SDLCയുടെ ഭാഗമാണ്. നെക്സ്റ്റ്, which are the following statements about robotic process automation is true? RPA പറ്റി ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നിങ്ങൾ തന്നെ ഓപ്ഷൻസ് നോക്കുക. ഈസി ചോദ്യമാണ്. പ്രോഗ്രാമിംഗ് നോളജ് വേണോ? വേണ്ട. RPAക്ക് പ്രോഗ്രാമിംഗ് നോളജ് നമുക്ക് ആവശ്യമില്ല. ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് RPA ആണോ? അല്ല. റോബോട്ട് എന്ന വാക്ക് വരുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ മനസ്സിൽ മറ്റേ ഹ്യൂമനോയിഡ് റോബോട്ടും മെഷീൻ ആയിട്ടുള്ള റോബോട്ടുകളെ മനസ്സിൽ ചിത്രീകരിക്കരുത്. RPA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഹൈ വോളിയം റൂൾസ് ഡ്രിവൺ റിപ്പീറ്റബിൾ ടാസ്ക്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. റിപ്പീറ്റബിൾ എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഡെയിലി ചെയ്യുന്ന ബോറിംഗ് ടാസ്കുകൾ അതിനൊരു റൂൾ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ റൂളിനനുസരിച്ച് എല്ലാ ദിവസവും 24/7 അത് പെർഫോം ചെയ്തോളും. സോ RPA is designed for high volume rules driven repeatable task എന്നുള്ളതാണ് ശരി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ഏത് സ്റ്റേജ് ഓഫ് SDLC ആണ് ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ക്രിയേറ്റഡ് ഫോർ ദ ന്യൂ സിസ്റ്റം ആൻഡ് വെരിഫൈഡ് അഗെയിൻസ്റ്റ് യൂസർ റിക്വയർമെന്റ്സ്. യൂസറിന്റെ ആവശ്യങ്ങളും നമ്മളുടെ ഡിസൈൻ സ്പെസിഫിക്കേഷൻസും തമ്മിൽ കമ്പയർ ഒക്കെ ചെയ്തിട്ട് ഇത് മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏത് സ്റ്റേജിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പേര് ക്വസ്റ്റ്യനിൽ തന്നെ ഡിസൈൻ എന്ന് പറയുന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാം. ആലോചിച്ച് നോക്കിക്കോളൂ. കോൺസെപ്ച്വൽ ഡിസൈൻ ആയിരിക്കുമോ ഫിസിക്കൽ ഡിസൈൻ ആയിരിക്കുമോ എന്ന് ചിന്തിക്കുക. ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ആർ ക്രിയേറ്റഡ്. ഏതായിരിക്കും ശരിയായിട്ടുള്ള ഓപ്ഷൻസ്? കോൺസെപ്ച്വൽ ആണോ ഫിസിക്കൽ ആണോ? ഓപ്ഷൻ സി കോൺസെപ്ച്വൽ ഡിസൈൻ ആണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ സിസ്റ്റം, എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ ആദ്യമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് കോൺസെപ്ച്വൽ ഡിസൈൻ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഈ ഡിസൈൻ കാണുമ്പോൾ തന്നെ എയും ബിയും അല്ല, ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ സി ആൻഡ് ഡി. ദെൻ ഡിസൈൻ സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണ് പുതിയ സിസ്റ്റത്തിന്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടൈം നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാണ്. അത് കോൺസെപ്ച്വൽ ഡിസൈൻ ആണ്. അത് കഴിഞ്ഞാലാണ് ലോജിക്കൽ ഡിസൈൻ. അത് കഴിയുമ്പോഴാണ് ഫിസിക്കൽ ഡിസൈനിലേക്ക് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ദ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഈസ് എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഡൺ? നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേജിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റം അനാലിസിസ് സ്റ്റേജിലാണോ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണോ? ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആണോ? ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി ഓഫ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണോ? കോസ്റ്റ് ബെനിഫിറ്റ് എന്ന വാക്കുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് ഇവിടെ ഉണ്ട്, ഓപ്ഷൻസിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ നോർമലി ഫീസിബിലിറ്റി സ്റ്റഡീസ് അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആയിട്ടല്ല പറയുന്നത്, എങ്കിൽ പോലും എല്ലാ സ്റ്റേജുകളിലും നമ്മൾ മിക്കവരും എന്ത് ചെയ്യും? ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി? എക്കണോമിക് ഫീസിബിലിറ്റി ഉണ്ടോ? സാമ്പത്തികമായിട്ട് നമുക്ക് ഈ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകുമോ? ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി ഉണ്ടോ? ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള ടെക്നോളജിക്കൽ റിക്വയർമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണോ? അല്ലെങ്കിൽ റിസോഴ്സസ് അവൈലബിൾ ആണോ? എംപ്ലോയീസ് അവൈലബിൾ ആണോ? പ്രോഗ്രാമേഴ്സ് അവൈലബിൾ ആണോ? അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യും. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഡെവലപ്മെന്റ് സ്റ്റേജ് വരെയുള്ള എല്ലാ സ്റ്റേജുകളിലും ഫീസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ടായിരിക്കും. കേട്ടല്ലോ. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫീസിബിലിറ്റി നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് ഡിപ്ലോയ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഡെവലപ്മെന്റ് സ്റ്റേജ് വരെയാണ് ഫീസിബിലിറ്റി സ്റ്റഡീസിന് ഒരു പ്രാധാന്യമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which stage of the system development life cycle is a site prepared and equipment acquired and installed? Site prepared, equipment acquired and installed. അത് ഏത് സ്റ്റേജ് ആയിരിക്കും? ഏത് സ്റ്റേജ് ആയിരിക്കും എന്ന് ആലോചിക്കുക. ഇൻസ്റ്റാൾഡ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, അത് അനാലിസിസ് ആണോ, ടെസ്റ്റിംഗ് ആണോ, മെയിൻ്റനൻസ് ആണോ, ഇംപ്ലിമെന്റേഷൻ ആണോ എന്നുള്ളത് ചിന്തിക്കുക. ഏത് സ്റ്റേജ് ആയിരിക്കും? ഇൻസ്റ്റാൾഡ് എന്നുള്ള വാക്ക് വന്നു. അവിടെ നമ്മള് ആക്ച്വലി ആ ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊന്നും തിരിച്ചു പോകില്ല. യു ഹാവ് കംപ്ലീറ്റഡ് ദ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറയുന്നത് എന്താ?
പഴയ സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് മാറി കൺവേർട്ട് ചെയ്തു. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമ്മുടെ ഉത്തരത്തില് ഇത്തരം കീവേഡുകൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഇൻസ്റ്റാൾഡ് എന്നുള്ള വാക്ക് മാത്രം മതി നമുക്ക് ശരി ഉത്തരമായ ഡിയിലേക്ക് എത്താനായിട്ട്. All of the following statements are correct with respect to RPA except RPA ആയിട്ട് ബന്ധപ്പെട്ട് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Coding knowledge is not needed to develop a process in RPA. RPA can process all types of transactions faster than humans. RPA result in faster cycle times and improved scalability. RPA can enter data and execute queries. ആലോചിച്ച് നോക്കുക, ഇതിൽ തെറ്റേത് മൂന്നെണ്ണവും ശരിയാണ്. ഏതോ ഒരെണ്ണം മിസ്റ്റേക്ക് ആണ്. അത് മിസ്റ്റേക്ക് ആവാനുള്ള റീസൺ അതിൽ എന്തെങ്കിലുമൊക്കെ ചില സ്റ്റേറ്റ്മെന്റുകൾ, ചില വാക്കുകളായിരിക്കാം അതിനെ തെറ്റിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഐ വിൽ ഗിവ് യു സം ടൈം, ജസ്റ്റ് തിങ്ക്. സമയം കൂടുതൽ വേണമെങ്കിൽ ജസ്റ്റ് പോസ് ദ വീഡിയോ ആൻഡ് തിങ്ക്. ഞാൻ ആൻസറിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ? തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? RPA can process all type of transaction. All type. ഇവിടെയാണ് തെറ്റ്. ഹ്യൂമൻസിനേക്കാൾ ഫാസ്റ്റർ ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. RPAക്ക് ഹ്യൂമൻസിനേക്കാൾ ഫാസ്റ്റർ ആയിട്ട് പല ടാസ്കുകളും ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാ ടാസ്കുകളും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പാട്ട് കേട്ടില്ലേ, എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക് എന്നാൽ ചിലതും ഇല്ല എന്ന് പറയുന്ന പോലെ RPAക്ക് എല്ലാം ചെയ്യാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ പറ്റില്ല. റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, കോംപ്ലക്സ് അല്ലാത്ത റൂൾസ് ഡ്രിവൺ ആയിട്ടുള്ള ടാസ്കുകളാണ് RPAക്ക് ഹ്യൂമൻസിനേക്കാൾ ഫാസ്റ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക. ബുദ്ധി ഉപയോഗിക്കേണ്ട, ക്രിയാത്മകമായിട്ട് ചിന്തിക്കേണ്ട, കോൺഷ്യസ്നെസ് ഉണ്ടാവേണ്ട ടാസ്കുകൾ, കോംപ്ലക്സ് ടാസ്കുകളൊന്നും ആർക്ക് ചെയ്യാൻ പറ്റില്ല? RPAക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ ഓൾ ടൈപ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കുറച്ച് എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് തെറ്റാണ്. എല്ലാ ടൈപ്പും പറ്റില്ല. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ മാത്രമേ, എന്ത് ടാസ്ക് ആണ്? റെപ്പറ്റേറ്റീവ് ടാസ്കുകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ തെറ്റുത്തരം. ബാക്കി മൂന്നെണ്ണവും ശരിയാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following statement about RPA is incorrect? RPA പറ്റിയിട്ടുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RPA മേക്ക് യൂസ് ഓഫ് കോമൺ സെൻസ് അല്ലേ? ബാക്കി ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. RPAക്ക് കോമൺ സെൻസ് ഉണ്ടോ? ഇല്ല, RPAക്ക് കോമൺ സെൻസ് ഇല്ല. സോ അത് കോമൺ സെൻസ് ഉപയോഗിക്കും എന്ന് പറയുന്നത് നമുക്ക് കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാർ മാത്രമേ അത് ശരിയുത്തരമാണെന്ന് പറയുള്ളൂ. സോ RPA does not have common sense. It just uses the algorithm. നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു റൂൾസ് ഡ്രിവൺ അൽഗോരിതം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following tasks cannot be processed via RPA? RPA ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടാസ്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബജറ്റിംഗ് ടാസ്ക്, കസ്റ്റമർ ഓർഡർ പ്രോസസിംഗ്, കസ്റ്റമർ സർവീസ് ടാസ്ക്, അഡ്ജസ്റ്റിംഗ് ജേർണൽ എൻട്രീസ്. ഏതായിരിക്കും RPAക്ക് ചെയ്യാൻ പറ്റാത്തത്? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. വേണമെങ്കിൽ പോസ് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ നമ്മൾ പെട്ടെന്ന് എടുത്തിയായിട്ട് തെറ്റിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതിൽ 3 ടാസ്കുകളും RPAക്ക് സാധിക്കും, ഒന്നൊഴികെ. ആ ഒന്നിന് എന്തെങ്കിലും ഡിഫറൻസ് കാണുമല്ലോ. റെപ്പറ്റേറ്റീവ് അല്ലാത്ത ടാസ്കുകൾ ഏതെന്ന് ആലോചിച്ചാൽ മതി. RPAയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് റെപ്പറ്റേറ്റീവ് അല്ലാത്ത ടാസ്ക് ഏത് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇവിടെ ഏതാണ്? അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് പറയുന്നത് ഒരു റെപ്പറ്റേറ്റീവ് ടാസ്ക് ആണോ? അല്ല. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എപ്പോഴാണ് വരുന്നത്? നമുക്ക് ചില സ്പെഷ്യൽ സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോൾ, സ്പെഷ്യൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് അഡ്ജസ്റ്റിംഗ് ജേർണൽ എൻട്രീസ് വരുന്നത് അല്ലേ? അതായത് ബാഡ് ഡെറ്റ്സിന്റെ സിറ്റുവേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രീസ്, അതുമല്ലെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ ജേർണൽ എൻട്രീസ്, ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ജേർണൽ എൻട്രീസ്. ഇങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റിംഗ് എൻട്രി ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മൾ കൊടുക്കില്ല, ചുമ്മാ കൊടുക്കുന്നതല്ല. സോ അത് എപ്പോ വരും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. അപ്പൊ അത് റെപ്പറ്റേറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ RPA ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ബജറ്റിംഗിൽ നമുക്ക് RPA ഉപയോഗിക്കാം. കസ്റ്റമർ ഓർഡർ പ്രോസസ് ചെയ്യുന്നതിൽ RPA ഉപയോഗിക്കാം. കസ്റ്റമർ സർവീസ്, അതായത് നിങ്ങളിപ്പോ സൊമാറ്റോ, സ്വിഗ്ഗി, ഫ്ലിപ്കാർട്ട് ഒക്കെ എടുക്കുമ്പോൾ അതിൽ ചാറ്റ് ബോട്ടുകൾ ഉണ്ടല്ലോ, അത് RPA ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരം കസ്റ്റമർ സർവീസുകൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതിന് 3നും ഉപയോഗിക്കാൻ സാധിക്കും. അഡ്ജസ്റ്റിംഗ് ജേർണൽ എൻട്രീസിന് അത് സാധിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not an example of machine vision? നമ്മുടെ AI യുടെ ഉപയോഗങ്ങളിൽ ഒന്നാണ് മെഷീൻ വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ
മെഷീൻ വിഷന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, 4 ഓപ്ഷൻസും നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കൈൻഡ്ലി പോസ് ആൻഡ് റീഡ് ദ ഓപ്ഷൻസ്. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് സ്വയം ഒരു ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രം ഞാൻ കാണിക്കുന്ന ആൻസറിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ ഒരു സ്കോപ്പ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് പഠിക്കുന്നത് തെറ്റിപ്പോകും. അപ്പം വീഡിയോ പോസ് ചെയ്യാൻ നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ദെൻ ഐ വിൽ അതിന്റെ ശേഷമുള്ള ശരി ഉത്തരം എന്താണെന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ മെഷീൻ വിഷൻ ആണ്. മെഷീൻ വിഷന്റെ എക്സാമ്പിൾസ് ആണ് ഇതിലുള്ള 3 കാര്യങ്ങൾ. 3 കാര്യങ്ങളിൽ ഒന്നൊഴികെ. ആ ഒന്ന് എന്ന് പറഞ്ഞാൽ എ സർവൈലൻസ് സിസ്റ്റം റെക്കോർഡ്സ് 24/7 ഫുട്ടേജ് ഫ്രം 10 ക്യാമറാസ് അറൌണ്ട് ദ ഓഫീസ്. സർവൈലൻസ് സിസ്റ്റം 10 ക്യാമറ, 10 CCTV ക്യാമറ എടുത്തു വെച്ചാൽ ആ CCTV ക്യാമറ എന്ന് പറയുന്നത് മെഷീൻ വിഷൻ എക്സാമ്പിൾ അല്ല. അതിനകത്ത് എന്ത് AI ആണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരു CCTV ക്യാമറ വെച്ചു. CCTV ക്യാമറ ചെയ്യുന്നത് ഒരു ക്യാമറയുടെ ഫംഗ്ഷൻ മാത്രമാണ്. അതിന് സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും AI ഫീച്ചേഴ്സ് അതിൽ ഇംപ്ലൈഡ് ആണോ? അല്ല. നിങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ സ്കാൻ ചെയ്തിട്ട് അയാൾ ഏത് നാട്ടുകാരനാണെന്നോ അയാളുടെ ആധാർ കാർഡ് നമ്പർ എത്ര ആണെന്നോ പറയാൻ സാധിക്കും? ഇല്ലല്ലോ, അതൊന്നും പറ്റില്ലല്ലോ. അതിലുള്ള കാര്യം ഒരു മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ ഒരു 24/7 ഷൂട്ട് ചെയ്യുന്ന 10 ക്യാമറാസ് ഓഫീസിന്റെ അവിടെ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ അത് എന്തിന് എക്സാമ്പിൾ ആവൂല? മെഷീൻ വിഷൻ എക്സാമ്പിൾ ആവൂല. അതേസമയം നിങ്ങൾ ബാക്കിയുള്ളത് നോക്കുക. മെഷീൻ വിഷന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ട്രാഫിക് സിഗ്നൽസ് ക്യാൻ ബി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ്. നമ്മുടെ ട്രാഫിക്കിന്റെ അളവ് മനസ്സിലാക്കി, അതായത് ആ റോഡിൽ എത്ര വാഹനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി സ്വന്തമായി തീരുമാനമെടുത്ത് റെഡ് കൊടുക്കണോ ഗ്രീൻ കൊടുക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്കില്ല്, അത് മെഷീൻ വിഷൻ ആണ്. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മെഷീൻ വിഷൻ എന്ന് പറയുന്നത്. എഐയുടെ ഇൻഫ്ലുവൻസ്, എഐയുടെ പ്രവർത്തനം അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ കുറച്ച് CCTV ക്യാമറ വെച്ചിട്ട് ആൾക്കാരുടെ വീഡിയോ റെക്കോർഡ് ചെയ്താൽ അതിൽ AI ഇല്ല. അത് ക്യാമറയുടെ ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് മെഷീൻ വിഷൻ. അതേസമയം നമ്മുടെ റോഡിൽ ഇരിക്കുന്ന MVD വെച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങൾ വെച്ചിട്ടുള്ള AI ക്യാമറ ആണെങ്കിൽ അത് മെഷീൻ വിഷൻ ആണ്. കാരണം അതിൽ സീറ്റ് ബെൽറ്റ് ഇടാത്ത ആൾക്കാരെ കണ്ടെത്താൻ പറ്റും, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിക്ക് ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ, അവരെ മാത്രമായിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മെഷീൻ വിഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. 15D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് ട്രൂ? എയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കൈൻഡ്ലി പോസ് ആൻഡ് റീഡ് ദ ഓപ്ഷൻസ്. ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് സ്ട്രോങ് AI ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ട്രോങ് AI, വീക്ക് AI നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സ്ട്രോങ് AI എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആണ്, റിയലി പ്രാക്ടിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല റിയൽ വേൾഡിൽ. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് വീക്ക് AI നെയാണ്. റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വീക്ക് AI. യെസ്, ദാറ്റ് ഈസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? വീക്ക് AIക്ക് എക്സാമ്പിൾ ആണ്. സോ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റാണ്. സ്ട്രോങ് AI is more common than weak AI. സ്ട്രോങ് AI വളരെ കുറവാണ്, അല്ലെങ്കിൽ റിയലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് വീക്ക് AI കൂടുതൽ കോമൺ ആയിട്ടുള്ള സ്ട്രോങ് AI എന്ന് പറയുന്നത്? തിരിച്ചാണ് ശരി ഉത്തരം. വീക്ക് AI സിസ്റ്റം ഡു നോട്ട് റിക്വയർ എനി റൂൾസ് ഓഫ് ട്രെയിനിങ്. തീർച്ചയായിട്ടും റൂൾസ് വേണം. റൂൾസ് ഇല്ലാതെ സ്വന്തമായിട്ടൊന്നും പഠിക്കാൻ നമ്മുടെ AI സംവിധാനങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ റൂൾസ് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ AIക്ക് അതിനനുസരിച്ച് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, strong artificial intelligence is theoretical only. It does not exist. However, if it does exist, നമുക്കറിയാം സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, തിയററ്റിക്കൽ മാത്രമാണ്, പേപ്പറിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഹൈപ്പോത്തറ്റിക്കലി അവർ ചോദിച്ചിരിക്കുകയാണ്, ഇൻ കേസ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത് സാധ്യമാകുന്നത്, അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക, പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. ഇറ്റ് വുഡ് നോട്ട് ഈക്വൽ ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. തീർച്ചയായിട്ടും അത് ഹ്യൂമൻ ഇന്റലിജൻസിന് ചേരുന്നതാണ്, അതിന് ഈക്വൽ ആണ്. ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മുടെ യന്ത്രൻ സിനിമയിലെ ചിട്ടിയെ പോലെ സ്വന്തമായിട്ട് റോബോട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത അതിനുണ്ടാവും, അതിന് കഴിവുണ്ടായിരിക്കും. അപ്പൊ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി. ഇറ്റ് വുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ നോളജ് ബേസ് ആൻഡ് പ്രോഗ്രാം ഇറ്റ്സെൽഫ്. നമ്മൾ ആ യന്ത്രൻ സിനിമ ആലോചിച്ചാൽ മതി. ഒരു റോബോട്ട് കുറെ റോബോട്ടുകളെ ഉണ്ടാക്കുന്നു. ആ റോബോട്ട് എന്നുള്ളത് മാറ്റി നിർത്തുക, ഒരു ബോട്ടിന് അല്ലെങ്കിൽ ഒരു AIക്ക് വേറെ പുതിയ AIസിനെ ക്രിയേറ്റ് ചെയ്യാനും പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ അതാണ്
സ്ട്രോങ് എ ഉണ്ടെങ്കിൽ സാധിക്കുക, നിലവിൽ അതില്ല. അവരൊരു ഹൈപ്പോത്തറ്റിക്കൽ രീതിയിൽ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cameras, image sensors and image processing softwares are used in which application of artificial intelligence? ക്യാമറ, ഇമേജ് സെൻസർ, ഇമേജ് പ്രോസസ്സിംഗ് കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണത്? മെഷീൻ വിഷൻ. മെഷീൻ എ ക്യാമറയുടെ കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞതേ ഉള്ളൂ. അതിനെ നമ്മൾ എന്താ പറയാ? മെഷീൻ വിഷൻ ആപ്ലിക്കേഷൻ എന്നാണ് പറയാ. ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക? അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക എന്നാലോചിക്കുക. ഒരു വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോസ് ചെയ്യുക. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ക്യാൻ സിമുലേറ്റ് ഹ്യൂമൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. എന്താണ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അത് സ്വന്തമായിട്ട് കോൺഷ്യസ് അല്ല, എന്നാൽ ഹ്യൂമൻസിന് ചെയ്യുന്ന കുറച്ച് ഹ്യൂമൻസ് ചിന്തിക്കുന്നത് പോലെയൊക്കെ ചിന്തിക്കാൻ അത് ശ്രമിക്കും. ബട്ട് അത് ഒരിക്കലും ഹ്യൂമൻസിന്റെ കോൺഷ്യസ്നെസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു റോള് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അൽഗോരിതം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. പക്ഷെ ആ റോളിനനുസരിച്ച് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ എന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് ചിന്തിച്ച് പുതിയൊരു കാര്യം കണ്ടെത്താനോ മനസ്സിലാക്കാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ അതിന് സാധിക്കില്ല. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന റൂൾസ് അതേപടി ഫോളോ ചെയ്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ കൊടുത്തിരിക്കുന്ന ടാസ്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിന് ഹ്യൂമൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് സിമുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കനോട്ട് ഗോ ബിയോണ്ട് ദ റൂൾസ്. നമ്മൾ കൊടുത്തിരിക്കുന്ന റൂൾസിന് അപ്പുറത്തേക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ അതിന് സാധിക്കുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Artificial intelligence is a field in computer science dedicated to creating intelligent machines, especially computers that can simulate human intelligence process. A computer system that would be capable of solving problems, making judgments, or reasoning as a human does is a description of what type of artificial intelligence. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ കണക്കുകൾ കൂട്ടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജഡ്ജ്മെന്റ് നടത്താനും റീസണിങ് നടത്താനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്ട്രോങ് എ എന്നാണോ വീക്ക് എ എന്നാണോ വിളിക്കുക? തീർച്ചയായിട്ടും മനുഷ്യനെ പോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്ട്രോങ് എ ആണ്. പക്ഷെ അത് തിയററ്റിക്കലി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. തിയററ്റിക്കലി ആണ് അത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചത്? സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നെക്സ്റ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏതിലാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ, EPM, ബാങ്ക് റീകൺസിലേഷൻ, ഫിസിക്കൽ ആക്സസ് കൺട്രോൾസ്. പോസ് ചെയ്യുക, ആലോചിച്ച് നോക്കുക. എയിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എവിടെയാണ്, ഏതിലാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസറിലേക്ക് പോവാം. ബാങ്ക് റീകൺസിലേഷൻ. ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാം? AI-നെ ഉപയോഗിക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്ലോക്ക് ചെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിപ്റ്റോ കറൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളത് ബ്ലോക്ക് ചെയിൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പഠിക്കാം. സോ ഇവിടെ ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഒരു റെപ്പറ്റേറ്റീവ് ടാസ്ക് ആണ് അല്ലെ. പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസുകൾ വിലയിരുത്തി അത് ഈക്വൽ ആക്കുക എന്നുള്ളതാണ് ബാങ്ക് റീകൺസിലേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതൊരു റെപ്പറ്റേറ്റീവ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ AI-നെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ, ഡിഫറൻസ് കണ്ടെത്താനായിട്ട് AI-നെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത്? വീക്ക് AI-യുടെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. RPI, ആപ്പിളിന്റെ സിറി, ചാറ്റ് ബോട്ട്, ഇതൊക്കെ എന്താണ്? വീക്ക് AI ആണ്. അപ്പൊ കൂട്ടത്തിൽ ചേരാത്തത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് അല്ലെ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തീർച്ചയായിട്ടും അത് ഒരു ഡിഫറെന്റ് ഏരിയ ആണ്. നമ്മുടെ ഈ AI-യുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ അനദർ ടോപ്പിക്. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടേക്കിംഗ് ടൈം ടു ലോഡ്. അത് തന്നെയാണ് ഉത്തരം. Which of the following statement is false with respect to application of AI? എയുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? When robotic process automation is being used, if there is a flaw in the instructions, robot is able to use intelligence and correct error. ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ RPIക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. സാധിക്കുമോ? ഇല്ല. ഒരിക്കലും AI-ക്ക് അതിന്റെ സ്വന്തം തെറ്റ് തിരുത്തി
എന്താണ് മിസ്റ്റേക്സ് എന്ന് കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബാക്കി 3 ഓപ്ഷൻസും എന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ സി ഈസ് റോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ആപ്ലിക്കേഷൻസ് ഓഫ് എ? എയുടെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? RPA, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ അസിസ്റ്റന്റ്, മെഷീൻ വിഷൻ. എല്ലാം എയുടെ ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ റൈറ്റ്. 4 ഓപ്ഷൻസും എന്താണ്? കറക്റ്റ് ആണ്. RPയും മെഷീൻ ലേണിംഗും ഡിജിറ്റൽ അസിസ്റ്റൻസും മെഷീൻ വിഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആസ് ഇറ്റ് ഈസ് കറന്റ്ലി ബീങ് യൂസ്ഡ് ഈസ്, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കുക. പോസ് ചെയ്യുക, ഓപ്ഷൻസ് വായിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആൻസേഴ്സ് ഏതാണെന്ന് വെച്ചിരിക്കുക. ലെറ്റ്സ് ചെക്ക് ദ കറക്റ്റ് ആൻസർ. ക്രിയേറ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ക്യാൻ സിമുലേറ്റ് ഹ്യൂമൻ ഇന്റലിജന്റ് പ്രോസസ്. മനുഷ്യന്റെ ഇന്റലിജൻസ് പ്രോസസ്സുകൾ അതുപോലെ തന്നെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത്. മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ മനസ്സിലാക്കി അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്യുക. Using machine learning, computers can perform the repetitious work required for accountants, freeing their time to perform more detailed analytics and less time simply crunching numbers. അതായത് ബോറിംഗ് ആയിട്ടുള്ള റെപ്പറ്റേറ്റീവ് ടാസ്കുകളിൽ നിന്ന് അക്കൗണ്ടൻസിനെ മാറ്റാനായിട്ട് മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് അക്കൗണ്ടൻസ് യൂസ് ഓഫ് മെഷീൻ ലേണിംഗ് ഈസ് ട്രൂ? അക്കൗണ്ടൻസ് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക, pause ചെയ്യുക, വായിച്ചു നോക്കുക. പ്ലീസ് ഫൈൻഡ് യുവർ ഓൺ ആൻസേഴ്സ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിരിക്കും ബാക്കി 3. Machine learning can review past transactions and flag erroneous or questionable entries. Option B. Option B ആണ് ഇവിടുത്തെ ശരിയായ ആൻസേഴ്സ്. പാസ്റ്റ് ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് അതിൽ തെറ്റായിട്ടുള്ളതും സംശയപരമായിട്ടുള്ളതുമായിട്ടുള്ള ജേണൽ എൻട്രീസോ പേയ്മെന്റുകളോ ഒക്കെ കണ്ടെത്താൻ ആർക്ക് ഹെൽപ്പ് ചെയ്യാം? ആര് സഹായിക്കും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും സഹായിക്കും. ബാക്കി 3 തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതായത് വൺസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൂപ്പർവിഷൻ ഒന്നും ആവശ്യമില്ല. അക്കൗണ്ടൻസ് ഇതിനെയൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം പോലില്ല, ഇഗ്നോർ ചെയ്യണം. ഇറ്റ് കനോട്ട് പെർഫോം ഡേറ്റ അനലിറ്റിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ തെറ്റായ ഓപ്ഷൻസ് ആണ്. പാസ്റ്റ് ഡേറ്റ വിലയിരുത്തി അതിൽ തെറ്റുണ്ടെങ്കിൽ കണ്ടെത്താനും മനസ്സിലാക്കി തരാനും മെഷീൻ ലേണിംഗിനെ കൊണ്ട് സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ്. Some AI applications currently in use have human intelligence and are able to create and build their own knowledge base without human intervention. മനുഷ്യന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ക്രിയേറ്റ് ചെയ്യാനും അവരുടെ നോളജ് ക്രിയേറ്റ് ചെയ്യാനും എഐക്ക് സാധിക്കുന്നു എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ശരിയാണോ? അത് സാധിക്കോ? ഇല്ല. അത് സ്ട്രോങ് എഐക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. സ്ട്രോങ് എഐ നിലവിൽ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ എ ഈസ് റോങ്. Next question, which of the following is not a benefit of cloud computing? Cloud computing ന്റെ ബെനിഫിറ്റ് അല്ലാത്തത് എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് സർവീസ് എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് സർവീസ് ആണ് അല്ലെ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, സ്റ്റോറേജ് ഒക്കെ നിങ്ങൾ പൈസ കൊടുക്കുന്നതിനനുസരിച്ച് ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ നിങ്ങൾക്ക് തരും. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് സ്കെയിലബിൾ. തീർച്ചയായിട്ടും അത് ഫ്ലെക്സിബിൾ ആണ്, സ്കെയിലബിൾ ആണ്. നിങ്ങൾക്ക് വലുതാക്കണമെന്ന് തോന്നുമ്പോൾ വലുതാക്കാം, ചെറുതാക്കണമെന്ന് തോന്നുമ്പോൾ ചെറുതാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നിലവിൽ 10 GB ആവശ്യമുള്ളൂ, നിങ്ങൾക്ക് 10 GB വാങ്ങാം. നിങ്ങൾക്ക് 1 TB ആവശ്യം വരുന്ന സമയത്ത് ക്ലൗഡ് സർവീസ് പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് 1 TB പർച്ചേസ് ചെയ്യാം. അത് സ്കെയിലബിൾ ആണ്. യൂസർ ഹാസ് അൺലിമിറ്റഡ് എബിലിറ്റി ടു കസ്റ്റമൈസ് ദ ക്ലൗഡ് സൊല്യൂഷൻ യൂസ്ഡ്. അത് ശരിയാണോ? യൂസറിന് അൺലിമിറ്റഡ് എബിലിറ്റി ഒന്നുമില്ല, കസ്റ്റമൈസ് ചെയ്യാൻ തന്നെ വളരെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് റെഡിമെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസും ആണ് കൊടുക്കുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ കമ്പനിക്കാർക്കും വേണം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്.
അതിൽ ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഒക്കെ പോസിബിൾ ആയിരിക്കും. അല്ലാതെ അൺലിമിറ്റഡ് എബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് കുറച്ച് വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ശരിയല്ല. അതേസമയം ഇറ്റ് ക്യാൻ ബി അസസ്ഡ് ബൈ എനിവൺ അറ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. ലോകത്ത് എവിടെ ഇരുന്ന് കൊണ്ടും ഇതൊക്കെ ആക്സസ് ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ പോസിബിൾ ആവുന്നത്. ക്ലൗഡ് സർവീസ് കമ്പനീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്ലൗഡ് സർവീസ് ഉപയോഗിക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് ഓഫീസിൽ പോകണമെന്നില്ല. ഒരു കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓപ്ഷൻ ബി ആണ് ബെനിഫിറ്റ് അല്ലാത്തത്. ദേ ഡു നോട്ട് ഹാവ് ദ അൺലിമിറ്റഡ് എബിലിറ്റി ടു കസ്റ്റമൈസ്. ഓപ്ഷൻ ബി. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, പോസ് ചെയ്തിട്ട് ഡെഫിനിഷൻസ് വായിച്ചു നോക്കുക. On demand network access to a shared pool of computing resources that can be rapidly provisioned and released with a minimal management effort for a service provider, international like water or electricity from a utility company. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. കമ്പ്യൂട്ടിംഗിന്റെ ഡെഫിനിഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഓൺ ഡിമാൻഡ് സർവീസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മൾ എപ്പോ ആവശ്യപ്പെടുന്നു അപ്പൊ കിട്ടും, നമ്മൾ അതിന് ക്യാഷ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു റെന്റ് സർവീസ് പോലെയാണ്. നിങ്ങൾക്ക് ഒരു കാർ വേണമെങ്കിൽ വാടക കൊടുക്കുന്നു, കാർ വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു. ആ ഒരു രീതി തന്നെയാണ് ക്ലൗഡ് സർവീസ് യൂസ് ചെയ്യുന്നത്. കാറിന് പകരം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷനും സ്റ്റോറേജും ഒക്കെയാണ് വാങ്ങിക്കുന്നതിന് വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺസേൺ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഒരു കൺസേൺ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ റിലയബിലിറ്റി ഒരു കൺസേൺ ആണ്. കാരണം ക്ലൗഡ് സർവീസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ ആ ബെനിഫിറ്റ് ഒക്കെ ഒറ്റ അടി കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് പുവർ ഇന്റർനെറ്റ് കണക്ഷൻ. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഒരു ക്ലൗഡും ഇല്ല, ഒരു സർവീസും ഇല്ല. സോ ഇന്റർനെറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് കൺസേൺ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസേൺ അല്ലാത്തത് ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ് ആണോ, സെക്യൂരിറ്റി കൺസേൺസ് ആണോ, സി അല്ല എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡേറ്റ ഗവർണൻസ് ആണോ എന്ന് ചിന്തിക്കുക. ജസ്റ്റ് പോസ് ആൻഡ് തിങ്ക്, then I will give you the answer. സോ ആലോചിച്ചെന്ന് വിചാരിക്കുന്നു, പോസ് ചെയ്ത് ആലോചിച്ചെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അതിന്റെ ഉത്തരം ഏതായിരിക്കും? ഉത്തരം ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ്. എന്തുകൊണ്ടാണ് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ് ഒരു കൺസേൺ അല്ലാത്തത്? നമുക്ക് ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, ആമസോൺ, IBM, മൈക്രോസോഫ്റ്റ് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസ് ആണ്. സോ അവരൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവര് ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ തീർച്ചയായിട്ടും അവർ എന്ത് കൊണ്ടുവരും? ഇന്നോവേഷൻസും പുതിയ അപ്ഡേറ്റുകളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിൾ ഒരു അപ്ഡേറ്റ് തന്നില്ലെങ്കിൽ സ്വാഭാവികം ഗൂഗിളിന്റെ കസ്റ്റമേഴ്സ് എവിടേക്ക് പോകും? ആമസോണിന്റെ ആമസോൺ വെബ് സർവീസിലേക്കോ, അല്ലെങ്കിൽ IBMലേക്കോ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ ഇവരെല്ലാം കോമ്പറ്റീറ്റീവ് ആയിട്ട് നല്ല പുതിയ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അപ്ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ടെൻഷൻ ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡറിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് കിട്ടും. ഇനി അപ്ഡേറ്റ് ചിലപ്പോൾ ചെറിയ അപ്ഡേറ്റ് ഒക്കെ തന്നിട്ട് അവർ കൂടുതൽ പൈസ ചോദിക്കുമായിരിക്കും. അങ്ങനെയുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽപ്പോലും അപ്ഡേറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന പേടി വേണ്ട. കാരണം അവരൊരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് കിട്ടും. നമ്മൾ അതിനെപ്പറ്റി ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് നോട്ട് എ കൺസേൺ. ബാക്കിയൊക്കെ കൺസേൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following cloud computing resources provide both software and hardware service? സോഫ്റ്റ്വെയറും ഹാർഡ്വെയർ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ആര് എന്നുള്ളതാണ്. നമുക്കറിയാം ക്ലൗഡ് സർവീസിനെ നമ്മൾ IaaS, PaaS, SaaS എന്ന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരിക്കുക. കാരണം ഇത് കൺഫ്യൂസിംഗ് ആണ്. സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ സർവീസ് തരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആണ്. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തരും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോ നമ്മൾ SaaSലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ല, മനസ്സിലാക്കുക, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തേണ്ടത്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിനകത്താണ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എന്നുള്ള കാറ്റഗറി ചോദിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു IaaS, PaaS, SaaS. അതിലില്ലാത്തത് ഏതാണ്? IT as a സർവീസ്, പ്ലാറ്റ്ഫോം as a സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ as a സർവീസ്, സോഫ്റ്റ്വെയർ as a സർവീസ്, ഇതെല്ലാം ഉണ്ട്. കൂട്ടത്തിൽ ചേരാത്തവരാണ് IT as a സർവീസ് ആണ്. സോ നോട്ടീസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടെ
കമ്പോണന്റ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ശരിയായ ഓപ്ഷൻ ഏത് എന്നാണ് ചോദിക്കുന്നത്. ശരിയായ ഓപ്ഷൻ പോസ് ചെയ്യുക, ഓപ്ഷൻസ് വായിച്ചു നോക്കുക. Just pause and read the options. I'll give it time. Okay, we can go to the answers. നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. Which of the following is true എന്നാണ് ചോദിക്കുന്നത്. ശരിയായത് ഏത്? Users of cloud computing must rely on the cloud providers data access controls. അതായത് ക്ലൗഡ് പ്രൊവൈഡർ ആയിട്ടുള്ള ആൾ ആരാണോ അയാളുടെ ആക്സസിന്റെ ശക്തി അനുസരിച്ച് അതിൽ റിലേ ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പൊ ഗൂഗിള് നിങ്ങളുടെ ഡേറ്റ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നുണ്ടോ, അത് വേറെ ആർക്കെങ്കിലും ചോർത്തി കൊടുക്കുന്നുണ്ടോ നമുക്കറിയില്ല. നിങ്ങൾ ഗൂഗിൾ ഡ്രൈവില് ഒരു ഫയൽ അപ്ലോഡ് ചെയ്തു, അപ്പൊ അവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിലും മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യണമെങ്കിലും അത് ഗൂഗിളിന്റെ ആക്സസ് കൺട്രോളിലാണ് നിൽക്കുന്നത്. നമ്മളല്ല അതിന് സെക്യൂരിറ്റി ഒരുക്കുന്നതോ അതിന്റെ സ്ട്രെങ്ത് നോക്കുന്നതോ ഒന്നും. സോ വി ഹാവ് ടു റിലൈ ഓൺ ദ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഡേറ്റ ആക്സസ് കൺട്രോൾ. ബാക്കി മൂന്നും തെറ്റാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡി, യൂസേഴ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്യാൻ ഈസിലി ചേഞ്ച് ഫ്രം വൺ ക്ലൗഡ് പ്രൊവൈഡർ ടു അനദർ. നമുക്ക് ഒരു ക്ലൗഡ് പ്രൊവൈഡറിനെ ഇഷ്ടപ്പെട്ടില്ല, പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ചെയ്യുന്നു, നാളെ മുതൽ നമ്മൾ ആമസോണിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ മൈക്രോസോഫ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും പോകാൻ പറ്റും, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ആസ് ഈസി ആസ് യു തിങ്ക്. നമുക്ക് എഗ്രിമെന്റ് കാണും, കോൺട്രാക്ട് കാണും. ചിലപ്പോൾ നമ്മൾ 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് ആയിരിക്കും കോൺട്രാക്ട് വെച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫീസിനകത്ത് ഇളവൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആ കോൺട്രാക്ട് പീരീഡ് കഴിയാതെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. സോ അത് ഈസിലി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ക്ലൗഡ് പ്രൊവൈഡർ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഭയങ്കര അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ്? ഇന്റർനെറ്റ് മാത്രം പോരെ, അതിൽ കൂടുതൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ്? സോ ദാറ്റ് ഇസ് നോട്ട് എ റൈറ്റ് ഓപ്ഷൻസ്. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസേഴ്സ് ഹാവ് അൺഇന്ററപ്റ്റഡ് ആക്സസ് ടു ദെയർ ഡേറ്റ. അൺഇന്ററപ്റ്റഡ് ആക്സസ് ഒന്നും അവർക്ക് ഇല്ല. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Question number 34. Applications such as enterprise resource planning, customer relationship management, accounting, tax and payroll processing, and tax filing, human resource management, document management, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർ പാർട്ട് ഓഫ് വിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് എന്നാണ്. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തും. DRP, CRM, HR, ഡോക്യുമെന്റ് മാനേജ്മെന്റ്, ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് തരുന്നത് ആരായിരിക്കും? അയാസ് ആണോ, പാസ് ആണോ, സാസ് ആണോ? ജസ്റ്റ് തിങ്ക്. ഇങ്ങനെ എല്ലാ സാധനവും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഒരു ബിസിനസിന് ആവശ്യമായിട്ടുള്ള A to Z കാര്യങ്ങൾ, സർവീസുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The CFO of a company expressed concerns about IT management's plan to contract with a third party to obtain software as a service because. അതായത് ഒരു കമ്പനി ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ CFOയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു കൺസേൺ ഉണ്ട്. ഒരു തേർഡ് പാർട്ടിനെ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഒബ്റ്റെയിൻ ചെയ്യുന്നതിൽ ഒരു കൺസേൺ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ആ ഒരു കൺസേൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഫ്റ്റ്വെയർ നമ്മൾ ബ്രൗസർ വഴി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ. കാരണം നമുക്കറിയാം നമ്മുടെ കയ്യിലല്ല ഇതിന്റെ ആക്സസ് കൺട്രോൾ ഉള്ളത്. ഒരാൾ വിചാരിച്ചാൽ, ഒരു ഹാക്കർ വിചാരിച്ചാൽ നമ്മളെ ഹാക്ക് ചെയ്യാൻ സാധിക്കും. ആരാണോ നമ്മുടെ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ അവരുടെ ആക്സസ് കൺട്രോളുകൾ എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല. അവരെത്ര സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ധാരണയില്ല. വി ആർ ജസ്റ്റ് റിലൈങ് ഓൺ ദം. അപ്പൊ അവിടെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ വിലപ്പെട്ട സെക്യൂർഡ് പ്രൈവറ്റ് ഡേറ്റ ആക്സസ് ചെയ്യപ്പെടാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. Which of the following is not a type of cloud computing resource? Cloud computing resourceന്റെ ടൈപ്പ് അല്ലാത്തത് ഏത്? അയാസ്, പാസ്, സാസ് അല്ലാത്തത് ഏതാണ്? ഹാർഡ്വെയർ ആസ് എ സർവീസ് ആണ്. സോ എയും സിയും ഡിയും ശരിയാണ്. ഹാർഡ്വെയർ ആസ് എ സർവീസ് ഒരു പാർട്ട് അല്ല. So their option is option B. Dash makes available IT capabilities giving users access to multiple server-based resources to store, process and manage day-to-day basis from remote locations.
പല സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജി പരമായിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Dash makes available IT capabilities giving users access to multiple server-based resources to store, process and manage data on a day-to-day basis. നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഒരു IT സിസ്റ്റത്തിലേക്ക് കയറി ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യും, നിങ്ങളുടെ ഡേ ടു ഡേ വർക്ക് ക്യാരി ഔട്ട് ചെയ്യാനും സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? തീർച്ചയായിട്ടും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്, നിങ്ങളുടെ കയ്യിൽ ഇന്റർനെറ്റ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും, ഏത് റിമോട്ട് ലൊക്കേഷൻ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പനിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നോ ഇഷ്യൂസ്. 95% ആൾക്കാർ ശരിയാക്കി. ഈസി ചോദ്യമാണ്. Next question. Software as a service can be best defined as dash. SaaS, software as a serviceന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെ? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് രീതിയാണ്. So it's a type of cloud computing in which applications are hosted by a third party. Google, Amazon, IBM പോലുള്ള കമ്പനീസ് ആണ് ആ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ ഹോസ്റ്റ് ചെയ്യുന്നു, അവരാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ അവരുടെ സർവീസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എ മന്ത്ലി ഫീ. സോ ഓപ്ഷൻ സി is the right answer. Type of cloud computing in which applications are hosted by a third party for a monthly fee. Which of the following statements most accurately describes software as a service? SaaS-നെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത്? പോസ് ചെയ്യുക, ഓപ്ഷൻസ് വായിച്ചു നോക്കുക. SaaS platforms are developed for multiple businesses to all use the same software. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, കസ്റ്റമൈസേഷൻ ഒക്കെ വളരെ കുറച്ചേ പറ്റുള്ളൂ. അൺലിമിറ്റഡ് കസ്റ്റമൈസേഷൻ ഒന്നും പറ്റില്ല. ബിക്കോസ് ഇവര് ലോകത്തുള്ള എല്ലാ കമ്പനികൾക്കും വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ സാസിന്റെ ഒരു സാസ് ആണ് നിങ്ങൾ അക്വയർ ചെയ്യുന്നതെങ്കിൽ, പൈസ കൊടുത്ത് വാങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ അതേ സാധനങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ കോമ്പറ്റീറ്ററും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. സോ എല്ലാ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് സാസ് വെച്ചിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ മാത്രമാണ് അതിൽ പോസിബിൾ ആയിട്ടുള്ളത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദിസ് വീഡിയോ, അവസാനത്തെ ചോദ്യമാണ് ഇതിനകത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇസ് നോട്ട് ട്രൂ? ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ സംബന്ധിച്ച് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസ് ചെയ്യുക, ഓപ്ഷൻസ് വായിച്ച് നോക്കുക. നമുക്ക് ഈ മൂന്നും ശരിയായ ഓപ്ഷൻസ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റെഡ്യൂസസ് കൺട്രോൾ റിസ്ക് ഓൺ വീക്ക് ഇന്റേണൽ കൺട്രോൾസ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൺട്രോൾ റിസ്ക് കുറയ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കുറയ്ക്കുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി 2-3 ക്വസ്റ്റ്യൻസിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കയ്യിലല്ല ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കൺട്രോൾ ഇരിക്കുന്നത്. ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ യാതൊരു അധികാരവും ഇല്ല. നിങ്ങൾ ഗൂഗിളിന്റെ സെർവറിൽ കയറി അത് കാണുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ സേഫ്റ്റി, സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം തന്നെ, ഇന്റേണൽ കൺട്രോൾ എല്ലാം തന്നെ ഗൂഗിളിന്റെ ചുമതലയാണ്. അവരെത്രത്തോളം നന്നായിട്ട് അത് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയത്ത് പോലുമില്ല. വി ആർ ജസ്റ്റ് ട്രസ്റ്റിംഗ് ദം. അവരത് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ, വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഒരിക്കലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൺട്രോൾ റിസ്ക് കുറയുകയില്ല, മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.